ഗൈസ്, എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഗെയിമിംഗിന്റെ പുതിയൊരു ബ്ലോഗ്സ് ഡേ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് നമ്മളെ മൾട്ടിപ്ലെയർ സെർവറായിട്ടാണ് ഗൈസ് ബ്ലോഗ്സ് ഡേ തിരിച്ച് എത്തിയിട്ടുള്ളത്. ആൻഡ് ഇന്ന് എനിക്ക് കുറച്ച് സംഭവങ്ങൾ കാണിക്കാനുണ്ട് ഗൈസ്, ബിക്കോസ് ബിൽഡ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നാണെങ്കിൽ വീഡിയോ ഫുള്ളിൽ നിന്ന് കാണാം. അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലേക്ക് റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതെ വിളിച്ചിരിക്കുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമ്മളിപ്പോൾ നമ്മുടെ സംഭവം നിങ്ങൾ കയറിയതിൻ്റെ ഇവിടെ ഡോറ് ഇങ്ങനല്ലായിരുന്നു. സ്റ്റീല് ഫേമസ് ലെമൺ എന്ന് പറയുന്ന ഒരുത്തം കയറിയിട്ട് നമ്മുടെ പകുതി സാധനം പൊട്ടിച്ചളഞ്ഞു. ബട്ട് നമ്മൾ റീബിൽഡ് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു തെറ്റാണ് ഇതാ ഈ കിടക്കുന്നത്. കണ്ടോ? കാരണം ഇവിടെ 3 ടോർച്ച് ഉണ്ടായി. കണ്ടോ? അത് സ്റ്റീലിപ്പോ ആരുമില്ല. ആൻഡ് നമ്മൾ ഇന്ന് ഇവിടെ വരുത്താൻ പോകുന്ന ഇവിടെ വന്നിട്ടുള്ള ഇനിയും വരാൻ പോകുന്ന കുറച്ച് ബിൽഡുകൾ കാണിച്ചു തരാം. അപ്പോ ലെറ്റ്സ് ഗോ. ആറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂ അപ്ഡേറ്റ്. ഇത് നമ്മുടെ ഗിയർ ഗ്രൈഡേഴ്സ്. ഞാൻ ചെറുതായിട്ടൊക്കെ റോഡ് പണിതിട്ടുള്ളൂ. ഞാൻ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ കുറച്ച് വെച്ചു. വേറൊന്നും ഞാൻ ആൻറ്റി മാറ്റി നട്ടുപിടിപ്പിച്ച് സ്പ്രേയുമാണെന്നാണ് തോന്നണത്. സ്പ്രേയുമാണെന്നാണ് എൻ്റെ ഒരു ഊഹം. മരം വെച്ച സ്പ്രേ തന്നെയാണ് കേസ്. ഓക്കെ, ബാക്കി റോഡിന്റെ പണിയെല്ലാം ചെയ്തത് ഗിയർ ഗ്രൈഡേഴ്സ്. വേറൊരു കണ്ടോ, ഇതൊക്കെ പൊട്ടിക്കിടക്കുമായിരുന്നു കേസ്. പിന്നീട് നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. ആൻഡ് ഇവിടെ ഗൺ ഷോപ്പ് ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഇത്. ഇവിടെ ഒരു ഗൺ ഷോപ്പ് കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ഗൺ ഷോപ്പ് വന്നു. ഗൺ ഷോപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ ആർഎസ്പ്രൈമിന്റെ ഗൺ ഷോപ്പാണ്. എൻ്റെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. ഹോസ്പിറ്റലൊക്കെ ഞാൻ കാണിച്ചു. എൻ്റെ ഓർമ്മയിൽ എനിക്കില്ല എന്നാണ്. ഞാൻ PvP ഗ്രൗണ്ട് കാണിച്ചില്ല എന്നാണ് എനിക്ക് പൊട്ടിച്ചളഞ്ഞ എന്നിട്ട് നമ്മൾ പിന്നെയും പണിതയാണ്. എന്താ പിന്നെ പൊട്ടിച്ചതിന്റെ വേറൊരു തെളിവും കൂടി ഉണ്ട്. തെളിവ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ? ഞാൻ ഇവിടെയും മറ്റേ നമ്മുടെ ടവറിലെ ബെഡ് വാസിലൊക്കെ നമുക്ക് കിട്ടുന്ന ബോക്സ് പോലെ അത് ഇവിടെ വെച്ചിട്ടുണ്ടായത്. അവന് ഇതടക്കം പൊട്ടിച്ചളഞ്ഞ കുറച്ച്. പക്ഷെ വലുതായിട്ട് അങ്ങനെ TNT ഒന്നും ഉപയോഗിച്ചില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഗിയർ ഗ്രൈഡേഴ്സൊക്കെ നമ്മുടെ റോഡ് പണിതിട്ട് ഇതാ ഈ ഒരു ഏരിയയിൽ ഇവിടെ പൊട്ടിച്ചളഞ്ഞു. പിന്നെ എവിടെയും പൊട്ടിച്ചില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഗിയർ ഗ്രൈഡേഴ്സ് പറഞ്ഞ ഇങ്ങനെ ഒരു പാടുണ്ടെങ്കിൽ അത് RPG ആയിരിക്കും എന്നാണ് വീടൊന്ന്. ആൻഡ് നമുക്ക് എന്തായാലും ഇപ്പം വലിയ സീനൊന്നുമില്ല. എൻ്റെ ഹോസ്പിറ്റലൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് റെഡിയാക്കി എടുത്തതാണ് കേസ്. അതിൻ്റെ തെളിവായിട്ട് എനിക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അതാ തെളിവുണ്ടല്ലേ, ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. ആൻഡ് ഇവിടെ നമ്മുടെ ആർഎസ്പ്രൈമിൻ്റെ ചേട്ടനായിട്ടുള്ള OG മോസസ് ഒരു മെഗാ ബിൽഡ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ട്വിൻ ടവർ ആണെന്ന് തോന്നുന്നു. നേരെ ട്വിൻ എഴുതിയിട്ടുണ്ട്. ട്വിൻ ടവർ ആണ് എന്ന് തോന്നുന്നു. ഇത് ട്വിൻ ആണല്ലോ അല്ലേ, 2 ടവർ. ട്വിൻ ടവർ ആവാനാണ് ടവറാണ്. ഓക്കെ, ആൻഡ് അതാണ് നമ്മുടെ OG ചെയ്തിട്ടുള്ള ഒരു ബിൽഡ്. അത്യാവശ്യം വലുതാണ്. ആൻഡ് ഇത് ഞാൻ ജസ്റ്റ് ഇരുന്നപ്പം പണിതയാണ് കേസ് ഈ ഒരു ബിൽഡ്. ആൻഡ് നമ്മൾ ഈ ഡോർ അയ്യോ അതുണ്ടോ ജമ്പിങ് ടവറാണ് കേസത്. എങ്ങനെയാ ഇതും കൂടി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവോ? ഓക്കെ, പിന്നീട് നമ്മുടെ കയ്യിൽ വന്നിട്ട് ഈ കാണുന്ന പാർക്കോർ ടവറാണ് കേസ്. ഈ കാണുന്ന പാർക്കോർ ടവർ ഇത് ഞാൻ പണിതയാണ് കേസ്. ഈ പാർക്കോർ ടവർ ഞാൻ പണിതയാണ്. ഞാൻ ഇത്ര അയ്യോ ഞാൻ ഇത്ര പാർക്കോർ ടവർ പണിതുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പേരെ പണിയുണ്ട്. ബട്ട് ഞാൻ പണിതിട്ട് എനിക്ക് പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു വട്ടം കംപ്ലീറ്റ് അത് സർപ്രൈസാണ്. അവർ നമുക്കൊരു വൈറ്റ് കളർ ബിൽഡ് കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ ആയിട്ട് ഇതെനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ തീഫ് ഗെയിമിങ് പണിത് വെച്ചതാണ്. ഐ ഡോണ്ട് നോ. ആൻഡ് ഇവിടെ നമ്മുടെ ആർഎസ്പ്രൈം നമുക്കായിട്ട് വേറൊരു മെഗാ മാൻഷൻ പോലൊരു വീട് പണിയാൻ നോക്കുന്നുണ്ട്. അത് ഉടനെ ആവുമായിരിക്കും. ഇത്രയല്ലേ ഉള്ളൂ ഇതിൽ. പിന്നെ ഇത് ഞാൻ പണിയാൻ പോകുന്നതാണ്. ഇതായത് നമ്മൾ ഗോൾഡൻ സിറ്റി എന്ന് പറഞ്ഞിട്ട്
ഞാനൊരു സംഭവം പണിയാൻ പോകണം ഗൈസ്. ഓക്കെ, ആൻഡ് ഇതാണിതാ ഈ സാധനം. ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണം. ഇതാണ് ഗോൾഡൻ. ആൻഡ് ഇവിടെ നമ്മൾ ഗോൾഡൻ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഫ്ലോർ മാത്രം ഗോൾഡൻ. ഇപ്പം ഞാൻ ഓക്കെ, അത് വലിയൊരു ബിൽഡാണ്. നിങ്ങൾ ആലോചിച്ച് അങ്ങനെ ചാരും ഉണ്ട് സെർവറിലൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് ഇത്രയും ഭാഗം ഞാനിത് ഫില്ല് ചെയ്ത് വരുമ്പം തന്നെ നല്ല ടൈം വേണം. ആൻഡ് നമുക്ക് നോക്കാം, പറ്റുന്ന പോലെ നോക്കാം. ആൻഡ് മാക്സിമം ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും, കാരണം ഈ സാധനം നമുക്ക് പെട്ടെന്ന് ആൻഡ് അത്രേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് മെഗാ ബിൽഡായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങോട്ടൊക്കെ റോഡ് ഇനി നമ്മുടെ ഗിയർഗേഡേഴ്സ് പണിയണം. ഇങ്ങോട്ട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റോഡ് പണിതാൽ മതിയായിരിക്കും, കാരണം ഇല്ലെങ്കിൽ പിന്നെ വരുന്നവർക്കൊരു ഇതാവുമല്ലോ. ഓക്കെ, യാ എൻ്റെ വേറെ ബിൽഡ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ വേറെ ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ തീഫ് ഗെയിമിങ്ങിൻ്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാണ് ബേസ്. അവന് ഇതിൻ്റെ ഉള്ളിൽ വെട്ടമൊന്നും വെച്ചിട്ടില്ല അല്ലേ? നമുക്ക് എന്തെങ്കിലും വെട്ടം വെച്ചു. എൻ്റെ ഒരു ടോർച്ചില്ല. ഓക്കെ, നമ്മുടെ സെർവർ ഇതിൻ്റെ ബേസ് നമ്മൾ അത്യാവശ്യം കുറച്ച് ഗ്രീൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടേക്ക് വെട്ടമായിരിക്കും, ഇനി വെട്ടത്തിനൊരു കുറവുണ്ടാവില്ല. ആൻഡ് നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്. ഗണ്ണാണ് എൻ്റെ ഉള്ള മിനി ഗണ്ണ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ സ്നൈപ്പറുണ്ട്, SMR ഉണ്ട്, കുറച്ച് ഗണ്ണൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഞാനിന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ചെയ്യാൻ വന്ന സാധനം എന്താ ഞാൻ മറന്നുപോയി. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, ആൻഡ് ഇത് ഞാൻ സംഭവം കാണിച്ചത്. ഇത് താഴെ കൂടിയാണ് കയറേണ്ടത്. ഞാൻ മേലെ കൂടെ കാണിച്ച് തന്നു. അയ്യോ, ഇതാണ് ഈ സംഭവം. നോക്കി, പക്ഷെ അത്രയും കൂടെ വർക്കായില്ല. ബട്ട് കുഴപ്പമില്ല, ഇതിങ്ങനെ ജമ്പ് ചെയ്യുന്നൊരു ഗെയിം പോലെ കേസ്, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നും നമ്മൾ ഇതിന് അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, അതിൻ്റെ പാർക്കൂർ നമ്മളിങ്ങനെ നന്നായിട്ട് വലുതാക്കണം. ഈ പാർക്കൂറിൽ ഇച്ചിരി ട്രോളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്, ലൈക്ക് ദിസ് കിൽ ട്രാപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കിൽ ട്രാപ്പ് വേണമെന്നുണ്ടോ? അയ്യോ, ചാവല്ലി ഇതാ അവിടെ ഒരു കിൽ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറേ ട്രോൾസ് കാര്യങ്ങളൊക്കെ നമ്മുടെ പാർക്കൂറിൽ ഇതുവരെ ഞാൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഗിയറുകളുടെ സൈഡ് എന്തോ എയർപോർട്ടൊക്കെ പണിയുന്നുണ്ടെന്ന് ഈ മലമണ്ടക്കി. ഓക്കെ, അവൻ ഇതിൻ്റെ മേലെ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ടായി, യുദ്ധഭൂമി പോലെ. ചിലപ്പം അവൻ പറഞ്ഞ് പരത്താൻ നോക്കിയതാണെന്നാണ്, പക്ഷെ ഇത് അങ്ങനായി തീർന്നു കേസ്. ഓക്കെ, RPG വെച്ച് പൊട്ടിച്ചാണ്, RPG വെച്ചിട്ടാണ് അവൻ പൊട്ടിച്ചത്. ഓക്കെ, ആൻഡ് ഫേമസ് ലെമൺ എന്ന് പറയുന്നവന് നമ്മൾ നല്ലൊരു പണി കൊടുത്തു. അവൻ്റെ സെർവറിൽ കയറിയിട്ട് നമ്മൾ ഫുൾ അങ്ങ് തകർത്ത് കളഞ്ഞ കേസ്, അത്രേ ഉള്ളൂ. പിന്നല്ല നമ്മുടെ അടുത്താണോ അവൻ്റെ കളി അല്ലേ? അത് നമ്മുടെ ലൈറ്റേഴ്സ് ഞാൻ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിയോൺ ബ്ലോക്കാണ് വെച്ചിട്ടുള്ളത്. നിയോൺ യെല്ലോ ബ്ലോക്ക്. ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നിയോൺ ബ്ലോക്ക് പെട്ടെന്ന് കത്തി നോക്കുക, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ പുറത്തൊരു ഗ്ലാസ് കോഡ് ചെയ്ത് വലിയ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല ലൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്കിനി നോക്കിയിട്ട് ഒരു ക്ലോക്ക് ടവർ, പിന്നെ പോലീസ് സ്റ്റേഷൻ, ജയില്, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് നമുക്കിതില്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലോങ് ആയും ഞാൻ പറയുന്നു. ഇഷ്ടമുള്ളവർ കാണുക, കേൾക്കുക, ഇരിക്കുക. ഓക്കെ, ഞാൻ പാർക്കോർ ടവറിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളൊരു ഇവിടെ വേണ്ട യോ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഷോപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയും. കണ്ടന്റ് ഷോപ്പിനൊന്നും അല്ല, എന്നാലും ചുമ്മാ നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് പണിയാണ് കഴിച്ചത്. അതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് പറയുന്നത്രയൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. കുറച്ച് നാളായിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ്.
ഞാൻ ഇതൊന്ന് ക്ലിയർ ആക്കട്ടെ. ഇതങ്ങനെ നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഫുള്ള് നമുക്ക് കളയണം. ഓക്കെ, നമ്മുടെ അടച്ചു. ഓക്കെ, അങ്ങനെ ഫുൾ പണി നമ്മുടെ ഇവിടുത്തെ ഫുൾ പണി എന്നല്ല, ഇനി നമ്മുടെ ഗ്രൗണ്ടിലത്തെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിരത്താക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു കാറൊന്നും ഇരിക്കുന്നു. ഓക്കെ, ആൻഡ് നമുക്കിത് ഏതൊരു കളറിലാണ്, ഏത് കളർ തീമിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്? നമുക്ക് ഏത് കളർ തീമിലാണിത് ചെയ്യേണ്ടത്? അതാണ് ബട്ട് നമുക്ക് ഞാനിപ്പോൾ എന്ത് ഷോപ്പ് ഇടാനാടാ? അതിനൊരു കാര്യം ഉണ്ടല്ലോ. നമുക്ക് എന്താ പണിയാ? ഗൈസ്, നമുക്ക് ആർമർ ഷോപ്പ് പണിയാം ഗൈസ്. ആർമർ ഷോപ്പ്, അതായത് അങ്ങനത്തെ ആർമറില്ലേ ഗൈസ്, നമ്മുടെ ചെസ്റ്റ് നമുക്ക് അത് വെക്കാം. അതിന് നമുക്ക് ഒരു കളർ തീം നമുക്ക് യെല്ലോയും വൈറ്റും വെച്ച് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് ചെയ്യാനുള്ള ബ്ലോക്കൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് ഇനി ഈ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ ഇതെങ്ങോട്ടാണ് ഫേസ് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് ഫേസ് ചെയ്യാം. ഇങ്ങോട്ട് അത് ഇങ്ങനെ വേണം. ഇത് ഇങ്ങോട്ടേക്ക് ആയിരിക്കും വാതിൽ വരാം. ആൻഡ് നമുക്ക് 1 2 3 1 2 3 എന്നിട്ടിങ്ങനെ ഇതായിരിക്കും നമ്മുടെ വാതിൽ. ആൻഡ് വാതിൽ കഴിഞ്ഞിട്ട് ഇതിവിടെ നിന്ന് ഇച്ചിരി ഇറങ്ങിയിരുന്നോട്ടെ. 1 2 3 4 ഇരുന്നോട്ടല്ലേ, അതാകുമ്പം ഹൈറ്റ് കിട്ടും നമുക്ക്. ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ 1 2 3 4. ഓക്കെ, അതുപോലെ തന്നെ 1 2 3 4 എന്നിട്ട് 1 2 അയ്യോ ചേടാ വലിയ പണിയല്ലോ. 1 അയ്യോ 1 ചേടാ 2 3 ബ്ലോക്ക് ഹൈറ്റിൽ അവിടെ നിന്നും വന്നു. എന്നിട്ട് ഇവിടെ നിന്നൊരു 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നമുക്ക് അങ്ങനെ വെച്ചു. ഇങ്ങനെ വന്നിട്ട് ഒരു രൂപം വെച്ച് ഇങ്ങനെയാണ് ഇതല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് സ്ട്രൈറ്റ് അല്ലേ? സ്ട്രൈറ്റ് കറക്റ്റ്. ഓക്കെ, ആൻഡ് 1 3 4 അങ്ങനെ കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കോൺക്രീറ്റ് എടുക്കണം. വൈറ്റ് കോൺക്രീറ്റ് എടുത്തിട്ട് നമ്മൾ ഈ 3 ബ്ലോക്ക് വൈറ്റ് കോൺക്രീറ്റിൽ നമ്മൾ പൊതിയുന്നു. ലൈക്ക് ദിസ്. 1 2 3. ഓക്കെ, 1 2 3 1 2 3 1 2 3. ഓക്കെ, 1 2 3 1 2 3 1 2 3. ഓക്കെ, നമ്മൾ അങ്ങനെ പിന്നെ ഇങ്ങനെ പണിയുന്നു. ഇത് ഭയങ്കര പണിയാണ്. ഇത് പൊട്ടിക്കുക വെക്കുക അത് നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്കൊരു തള്ളി നിൽക്കുന്ന പോലെ, അതായത് മഞ്ഞ കളർ മാത്രം, ഒരു 3D ഫീലിംഗ് നമുക്ക് തന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പണിയുന്നു. കണ്ടോ? ഇവിടെ നിന്ന് കണ്ടാ ഒരു 3 നമ്മുടെ ബേസ്. ആൻഡ് ബേസ് അല്ല, നമ്മുടെ കട. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 2 ജനാല. ഓക്കെ, ഇപ്പുറത്തും അതുപോലെ ജനാല പണിയുന്നു. അങ്ങനെ സെറ്റ്. ഓക്കെ, ആൻഡ് ഇനി നമ്മുടെ സ്റ്റെയർ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ. ഓക്കെ, സ്റ്റെയർ ഇവിടെ വരും. എന്നിട്ട് നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ പണിയാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതെന്താ പക്ഷേ വൈറ്റ് ആച്ചേ? വെള്ള മഞ്ഞ. ഓക്കെ, എൻ്റെ ഒരു ഓൾമോസ്റ്റ് ഫേവറേറ്റ് കളറാണ്. ഒന്നല്ലേ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കളറാണ്. ആൻഡ് നമ്മുടെ റൂഫ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു പാറ്റേൺ ആണ് വേണ്ടത്. അതായത് ഇങ്ങനെ
ആ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. അതായത് വെള്ള മഞ്ഞ വെള്ള മഞ്ഞ, അതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ മഞ്ഞ, എന്നിട്ട് ഇങ്ങനെ ഇതായിരിക്കും കേസ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ ഓക്കെ, അതങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉൾഭാഗം ഇങ്ങനെ റൂഫ് ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പറഞ്ഞ പോലെ. ആൻഡ് നമുക്ക് നമ്മുടെ ബോക്സിലാണ്. ആൻഡ് ഇത് ഔട്ടറാണ്, ഇത് ഇന്നറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ 1 2 അയ്യോ ഷേ നമ്മുടെ തെറ്റുന്നേ 1 2 3 4, എന്നിട്ട് ഇവിടെ നിന്നും 1 2 3 4 ഇവിടെ നമുക്ക് ഇത് പണിയാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് 1 2 3 4. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വൈറ്റ് കോട്ടിങ് സർവർ വെക്കാൻ പറ്റും. ഇവിടെ വിൻഡോ പോലെ ഇങ്ങനൊരു ലെയർ വരും. സെറ്റാക്കാം. ഒരു മിനിറ്റ്. അതന്നെ നമുക്ക് ഇതിൻ്റെ മേലെ നിന്നിട്ട് ഇതുണ്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരും. അത് നമുക്ക് 4 ബ്ലോക്ക് ഹൈറ്റിൽ പോകണം. 1 2 3 4 കണ്ടോ? അയ്യോ, ഇത് ഇവിടെയല്ലേ വരണ്ടേ? അപ്പോൾ ഇവിടെയാണ് വരേണ്ടത്. തെറ്റ് അല്ല, ഇവിടെ തന്നെ ഞാനെന്താ കാണിക്കുന്നത്? ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ തെറ്റിപ്പോയിട്ടുണ്ട് നമ്മുടെ കണക്ക് കൂട്ടലുകളിൽ. ലൈക്ക് ദിസ് നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ ഞാനെന്താ കാണിക്കുന്നത്? എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. നിങ്ങൾ പയ്യെ കാണും. ഓക്കെ, ഇത് ആദ്യം എല്ലാം ഒന്ന് തെറ്റായിരുന്നു. നമ്മളിപ്പോൾ ഫുൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ദിസ്. ആൻഡ് റൂഫ് പണിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇപ്പം ഉണ്ടാകുന്നുള്ള ഇഷ്ടപ്പെട്ട എവിടെയൊക്കെ ചെറിയ നല്ല റോട്ടു എനിക്ക് സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ അടിച്ചോടിക്കുക. അപ്പം നമുക്ക് ഇനി പുറത്ത് കുറച്ച് പണി ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വേറെ ഏത് ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.